പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ പ്രശസ്തനായ ഒരു ജ്ഞാനി തൻ്റെ ശിഷ്യന്മാരോടായി ചോദിച്ചു, നമ്മുടെ ഒരു കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് അത് എത്ര സമയം നമുക്ക് ഈ കൈകളിൽ സൂക്ഷിക്കാൻ കഴിയും? ശിഷ്യന്മാരിൽ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. 1 മിനിറ്റ്, കൈ കഴിയുന്നത് വരെ എന്നൊക്കെ. അപ്പോൾ ആ ജ്ഞാനി പുഞ്ചിരിയോട് മറുപടി പറഞ്ഞു, ഇല്ല, നാം എത്ര ശ്രമിച്ചാലും അത് നമ്മുടെ കൈവിരലുകൾക്ക് ഇടയിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും, എന്നിട്ട് അത് ശൂന്യമായി തീരും. എന്നാൽ ഇതേ വെള്ളം അത് ചോർന്നു പോകുന്നതിന് മുമ്പായി ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു വൃക്ഷമായി തീരും. അത് നമുക്ക് തണലും ഫലങ്ങളും നൽകും. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നാം ഭൗതിക ജീവിതവും ആരോഗ്യവും സമ്പത്തും വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വിരലിന് ഇടയിലൂടെ ചോർന്നു പോയിട്ടുള്ള വെള്ളം പോലെയാകുന്നു. എന്നാൽ അത് അള്ളാഹുവിൻ്റെ വഴിയിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ നാം ചെലവഴിക്കുകയാണെങ്കിൽ അത് നാളെ പരലോകത്ത് വലിയൊരു വടവൃക്ഷമായി വളരുകയും നമുക്ക് തണലേകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് പരലോക വിജയം നേടാൻ വേണ്ടി 3 വഴികൾ പരിശോധിക്കാം. 1. തഖ്വ. രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നിരോധിച്ചവ ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. 2. ആരാധനകളിലെ കൃത്യത. നാം ദിവസവും നിർവഹിച്ചു പോരുന്ന നമസ്കാര കർമ്മങ്ങൾ വിനയത്തോടെ ചെയ്യുക. ഈ നമസ്കാരം നമ്മെ എല്ലാവിധ മ്ലേച്ഛവൃത്തികളിൽ നിന്നും മാറ്റി നിർത്തുകയും നമുക്ക് ജീവിതത്തിൽ രക്ഷ നേടാൻ കഴിയുകയും ചെയ്യുന്നു. 3. സഹജീവി സ്നേഹവും സൽസ്വഭാവവും. മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുക. അയൽവാസികളോട് അവരുടെ കടമകൾ നിർവഹിക്കുക. സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറുക. ഇതെല്ലാമാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, വിശ്വാസികളിൽ ഏറ്റവും പൂർണ്ണതയുള്ളവൻ ഉത്തമ സ്വഭാവമുള്ളവനാകുന്നു. ഇതുപോലെ നല്ല രീതിയിൽ ഉത്തമ സ്വഭാവികൾ ഉള്ളവരിൽ നമ്മെ സർവശക്തൻ ഉൾപ്പെടുത്തട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.